ഇന്ന് പിള്ളേരോണം ആയതുകൊണ്ട് പിള്ളേരുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. രാവിലെ തന്നെ കുറച്ച് പാചകമുണ്ട്. ഇന്ന് കുറച്ച് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി തോരൻ ഉണ്ടാക്കണമായിരുന്നു. അതിന് വെണ്ടയ്ക്കയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. കുറച്ച് മീനും എടുത്ത് വറക്കണമായിരുന്നു. അതിനുള്ള തേങ്ങയല്ല ചേട്ടൻ്റെ. ഇതിന് മാത്രമുള്ള തേങ്ങയല്ല കേട്ടോ, ഇന്ന് കുറച്ച് പായസം കൂടെ വയ്ക്കുന്നുണ്ട്. അങ്ങനെ വെണ്ടയ്ക്കയെല്ലാം സെറ്റാക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. വെണ്ടയ്ക്ക ഞാനിങ്ങനെയാണ് വയ്ക്കുന്നത് കേട്ടോ. ആദ്യം ഇങ്ങനെ അതിന് മെഴുക്കെല്ലാം പെട്ടെന്ന് നോക്കണം. പിന്നെ ഉണ്ടായിരുന്ന മീനെല്ലാം കൂടെ അങ്ങ് കയറ്റി വെച്ചു. കിളിമീനായിരുന്നേ ഞാനത് ബാലൻസേ അതെല്ലാം കൂടെ അങ്ങ് കയറ്റി വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ വെണ്ടയ്ക്ക അടുപ്പേ കയറ്റി അതും തോരനാക്കി വെച്ചു. എല്ലാവരും വീട്ടിൽ ഇന്ന് പിള്ളേരാഘോഷം ഉണ്ടായിരിക്കും അല്ലേ? ഞങ്ങളുടെ വീട്ടിലും ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിക്കുന്നുണ്ട്. ഇവർ സദ്യ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ചെറിയൊരു പായസം വെക്കുന്നു. അതിനോട് തന്നെ ഞാൻ മോരുകറിയാക്കി, ഒപ്പം തന്നെ പായസവും വെച്ചു. ഇവർ പായസം വലിയ ഇഷ്ടമല്ലെങ്കിലും നമുക്കിഷ്ടമാണല്ലോ, ഇവരെ വരുമ്പോൾ നമുക്കങ്ങ് കുടിക്കാമല്ലോ. അങ്ങനെ പായസം എല്ലാം റെഡിയാക്കി ചൂടോടെ തന്നെ ഫുഡും കഴിച്ചു. അതിനോടുകൂടെ പായസം കഴിക്കാമെന്ന് വിചാരിച്ചു.